ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ പറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. പല ജില്ലക്കാരും പല രീതിയിലാണ് മീൻ പറ്റിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്തിരിക്കണേ. നമ്മൾ തേങ്ങ ഉടച്ച ഉടനെ ആ തിരുമ്പുന്നെങ്കിൽ വലിയ പീരയായിരിക്കും കിട്ടുന്നത്. ഈ മീൻ പറ്റിച്ചതിന് ഒരു അല്പം ചെറുതായിട്ടുള്ള തേങ്ങാപ്പീര വേണം. അതിന് ഞാൻ ചെയ്യുന്നത് മിക്സിയുടെ വലിയ ജാറെടുക്കും. 4 ബ്ലേഡുള്ള ജാറിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് വയ്ക്കുവേ. അപ്പോൾ ഒരേ വലിപ്പമുള്ള തേങ്ങാപ്പീര കിട്ടുവേ. കുറച്ച് ചെറുതായിട്ടും കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ എടുത്ത് തിരുമ്മിയാൽ മതി. അപ്പം നല്ല ചെറിയ തരിയുള്ള തേങ്ങ തിരുമ്മിയെടുക്കാനായിട്ട് പറ്റുവേ. കുറച്ചേറെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചെറുള്ളിയാണ്, വളരെ കനം കുറഞ്ഞരിഞ്ഞ ചെറുള്ളിയാണ് ടേസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടിടുക. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ചതച്ച മുളകാണ് ഇടുന്നത്, വറ്റൽമുളക്. ഇനി വറുത്ത് പൊടിച്ച് ഉലുവയാണ് ഇടുന്നത്. ഒരുപാട് ഇടരുത്, കയ്പ്പ് ടേസ്റ്റ് വരും. ഒരു 1/4 സ്പൂണിനൊക്കെ അല്പം കൂടുതൽ ഇട്ടിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ 1/2 സ്പൂണിന് അടുത്തുണ്ട്. ഇനി മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ചിലർ മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്ത് മീൻ പറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഇടുകയും ചെയ്യരുത്. ഇതും ഒരു 1/4 സ്പൂണിനൊക്കെ ഒരല്പം കൂടെ കൂടുതലുണ്ട്. 2 പുളി എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി എടുത്താണ്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാവുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ പുളി പിടിക്കും. ഇനി കുറേയേറെ കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് പിങ്ക് സോൾട്ടാണ്. ഒരു 1.5-2 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം കൈവച്ച് തന്നെ ഞെരടിയെടുക്കണം. ഒരു മിനിറ്റ് നേരത്തെ നന്നായിട്ടൊന്ന് ഞെരടണം. ആ തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആണ്. അതുപോലെ തന്നെ ഉള്ളിക്കകത്ത് ഈ ഉപ്പ് ചേരുമ്പോൾ ഉള്ളിയുടെയൊക്കെ ഒരു വാടി നല്ല ടേസ്റ്റ്, ഒരു ജ്യൂസൊക്കെ വെളിയിൽ വരും. നല്ല ടേസ്റ്റ് കൊടുക്കും ഇതിന്. ഒരു 10 മിനിറ്റ് നേരത്തേന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേണം ഞെരടാനായിട്ട്. 10 മിനിറ്റ് മൂടി വയ്ക്കുക. ഇനി 4 വലിയ അയില എടുത്തിട്ടുണ്ട്. നേരത്തെ വെള്ളം ഒഴിച്ച് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരല്പം വിനീഗർ ഒഴിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് ഉളുമ്പൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. കട്ട് ചെയ്തതിന് ശേഷം വിനീഗർ ഒഴിച്ച് വെക്കരുത്. ഒരു 5-6 മിനിറ്റ് നേരം വെച്ചാൽ മതി. എന്നിട്ട് ഇത് കഴുകി കഷ്ണങ്ങളാക്കി വെള്ളം വാലാൻ വേണ്ടി വെക്കുക. തേങ്ങാപ്പീര് നെകക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, ലെവലിൽ. ഇപ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടില്ല. മല്ലിപ്പൊടിക്കകത്ത് മഞ്ഞൾ ചേർന്ന ഒരു കളറുള്ളത് കാരണമാണ് ആ ഒരു കളറി വന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ മീനിടുക. ഇതായാലും മീൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഏത് മീൻ ഈ ഒരു രീതിയിൽ പറ്റിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്യുക. നല്ലോണം ഒന്ന് പ്രസ് ചെയ്തൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിലാണ് ആദ്യമേ വെക്കേണ്ടത്. ഒരു 10 മിനിറ്റ് നേരത്തെ നല്ലോണം ഒന്ന് തിള വരണം. തിള വന്നതിന് ശേഷം ലൈറ്റായിട്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നൊന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. മീൻ ഒട്ടും പൊടിയാൻ പാടില്ല. ഒരു പകുതി മുക്കാൽ വെന്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കണേ. ലാസ്റ്റ് കുറച്ച് ഇനി വെള്ളം കൂടെ പറ്റാനുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാനും. എന്താ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുകയാണേ. ഇത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുക. അത് ഗ്യാസ് ഓഫ് ചെയ്യുക. ശകലം വെള്ളമയത്തോടു കൂടി വെള്ളം ഓഫ് ചെയ്യുക. കുറച്ച് ഡ്രൈ ആയിട്ട്, ഒരുപാട് ഡ്രൈ ആക്കാതെ കുറച്ചൊരു മയത്തോടു കൂടി, വെള്ളമയത്തോടു കൂടി തന്നെ ഇത് പറ്റിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇതുപോലെ ട്രൈ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ. ഇതുവരെ ചെയ്ത സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി.